വയനാട്ടിൽ വിശ്വാസം മറയാക്കി ആദിവാസി സ്ത്രീയെ ക്രൂരമായി ബലാത്സംഗത്തിനിരയാക്കി. ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട 43-കാരിയാണ് പീഡിപ്പിക്കപ്പെട്ടത്. മാനസികാസ്വാസ്ഥ്യമുണ്ടായിരുന്ന തന്നെ പ്രതി നിരന്തരം ലൈംഗികമായി ഉപദ്രവിച്ചെന്ന് അതിജീവിത 24 പറഞ്ഞു. പ്രതി പുളിമൂട് സ്വദേശി വർഗീസിനെ തിരുനെല്ലി പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. 24 എക്സ്ക്ലൂസീവ്. ഏതോ ഒരു സ്വാമീൻ്റെ അടുത്ത് പോയിട്ടാ പോലും വന്നത്. ഒരു ജപിച്ച ചരടെല്ലാം എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ എൻ്റെ കയ്യിലെല്ലാം കെട്ടിത്തന്നിട്ട് പിന്നെ എന്നെ ഇഷ്ടമില്ലാന്ന് പറഞ്ഞിട്ടും പിന്നെ എന്നെ പീഡിപ്പിക്കുമായിരുന്നു ലൈംഗികമായിട്ടല്ല. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞാൽ ആ സ്വാമീൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നിന്നെ കൊന്നുകളയും, നീ മാത്രമല്ല നിൻ്റെ കുടുംബത്തോട് പിന്നെ ഉണ്ടാവില്ല ഭൂമിയിൽ എന്നെല്ലാം. അങ്ങനെ എപ്പോൾ വരുമ്പോഴും ഇയാൾ ഇടയ്ക്കിടയ്ക്കെല്ലാം വീട്ടിൽ വരുമ്പോഴെല്ലാം കള്ളും കുടിച്ചിട്ടാണ് വരിക. സ്വാമിയുടേതെന്ന് പറഞ്ഞ് ജപിച്ച ചരടുമായി എത്തിയ വർഗീസ് നിർബന്ധിച്ച് അതിജീവിതയുടെ കയ്യിൽ കെട്ടിയ ശേഷമാണ് ആദ്യം പീഡിപ്പിച്ചത്. ചരട് കെട്ടിയാൽ മാനസികാസ്വാസ്ഥ്യം മാറുമെന്നും നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയരുത് എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. മരണവെപ്രാളം പോലെ എന്തെല്ലോ ആയിത്തീരും. അപ്പോൾ പിന്നെ ഇയാളെ തന്നെ വിളിക്കണമെന്നാണ് ഇയാൾ പറയുന്നത്. എൻ്റെ സിമ്മെല്ലാം മാറ്റിയിട്ട് വേറെ ആരും വിളിക്കരുത്, എന്നെ മാത്രം വിളിക്കണം എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഇയാൾ പോകുന്നത്. അപ്പോൾ എനിക്ക് വേറെ ആരെയും വിളിക്കാനും തോന്നുന്നില്ല. ഇയാൾ മഞ്ഞവെള്ളത്തിൽ എന്തെല്ലോ കലക്കിയിട്ട് എന്നെ കുടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കുറേ എന്നെ മാനസികമായി തകർത്ത് കളഞ്ഞ അയാൾ. 2023 ഏപ്രിൽ മുതൽ 2024 ഡിസംബർ വരെ പലതവണ യുവതിയെ പീഡനത്തിനിരയാക്കി. മയക്കുമരുന്ന് നൽകിയും പീഡിപ്പിച്ചു. മാത്രമല്ല സാമ്പത്തികമായും അതിജീവിതയെ പ്രതി ചൂഷണം ചെയ്തു. പൈസ എല്ലാം വാങ്ങും. ഇയാൾ വന്നാൽ വണ്ടിക്കൂലി കൊടുക്കണം. പിന്നെ ഇയാൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നമ്മളെടുത്ത് ഉണ്ടെങ്കിൽ 2000, 1000, 3000 ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം കൊടുക്കണം. അപ്പോൾ കൊടുത്തില്ലെങ്കിൽ ഇയാൾ ഭീഷണിപ്പെടുത്തും. അപ്പോൾ പിന്നെ ഇനി അയാൾ ഇതോടെ പഠിക്കണം. അയാൾക്ക് 2 മക്കളുള്ളതല്ലേ, ഭാര്യ ഉള്ളതല്ലേ. പ്രതി വർഗീസിനെ തിരുനെല്ലി പോലീസ് പിടികൂടി. ക്രൂരമായി പീഡിപ്പിക്കൽ, തടഞ്ഞുവെക്കൽ, ST വിഭാഗത്തിനെതിരായ അതിക്രമം തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയത്. പ്രതി സജീവ കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് CPIM ആരോപിച്ചു. 24 വയനാട്.